എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, വിലായത്ത് ബുദ്ധ, അതിരടി എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടി നായകനായ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ബസൂക്ക OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബസൂക്ക ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 26-ന് OT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. വിലായത്ത് ബുദ്ധയിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വന്ന ആക്ഷൻ ഡ്രാമ സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഇപ്പോഴിതാ വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ജൂൺ 26-ന് OT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് മണൽ പക്ഷികൾ എന്ന സിനിമയെ പറ്റിയാണ്. മണൽ പക്ഷികൾ എന്ന മലയാള സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സിൽ ജൂൺ അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദൃഢം എന്ന സിനിമയെ പറ്റിയാണ്. ഷൈനികൻ നായകനായ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമയാണ് ദൃഢം. ഇപ്പോഴിതാ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 8-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ജൂൺ പകുതിയാവുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദി റൈസ് ഓഫ് അശോക എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു കന്നഡ പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ജൂൺ 26-ന് ഈ ഒരു സിനിമയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഭൂത് ബംഗ്ലാവ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 12-ന് നെറ്റ്ഫ്ലിക്സിൽ ഭൂത് ബംഗ്ലാവിന്റെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആഹ്ലാദം എന്ന മലയാള കുടുംബ ഡ്രാമയെ പറ്റിയാണ്. ഇതിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ആഹ്ലാദം ഒരു ഫീൽ ഗുഡ് ചിത്രമാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സിൽ ജൂൺ പകുതിയാവുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. മലയാള രാഷ്ട്രീയ സ്പൈ ത്രില്ലർ സിനിമയാണ് പാട്രിയോട്ട്. ഇപ്പോഴിതാ ജൂൺ 5-ന് C5-ൽ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റിയാണ്. പള്ളിച്ചട്ടമ്പി ടൊവിനോ തോമസ് നായകനായ ഒരു പീരിയഡ് ആക്ഷൻ സിനിമയാണ്. ഇപ്പോഴിതാ പള്ളിച്ചട്ടമ്പി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമ ഏപ്രിൽ 15-നായിരുന്നു വിഷു ദിനത്തിൽ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ ജൂൺ പകുതിയാവുമ്പോൾ തന്നെ മനോരമ മാക്സിൽ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് അനലി എന്ന മലയാള ക്രൈം ത്രില്ലർ വെബ് സീരീസിനെ പറ്റിയാണ്. നിഖില വിമൽ, ലിയോന ലുഷി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം തന്നെ ഈ ഒരു സീരീസിന്റെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കറുപ്പ് എന്ന സിനിമയെ പറ്റിയാണ്. സൂര്യ നായകനായ തമിഴ് ഫാന്റസി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കറുപ്പ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 15-നായിരുന്നു ഈ ഒരു സിനിമ റിലീസായത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജൂൺ അവസാനം തന്നെ OT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദി ബിയർ സീസൺ എന്ന സീരീസിനെ പറ്റിയാണ്. ഈ ഒരു വെബ് സീരീസ് ഇപ്പോഴിതാ OT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജൂൺ 26-ന് ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിൽ OT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് കുലാക് എന്ന ഹൃദയസ്പർശിയായ ഒരു കുടുംബ കോമഡി വെബ് സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവാണ് കുലാക്കിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5-ന് സോണി ലീവിൽ ഈ ഒരു സീരീസിന്റെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഓഫീസ് റൊമാൻസ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹോളിവുഡ് റൊമാന്റിക് കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5-ന് ഓഫീസ് റൊമാൻസിന്റെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് അതിരടി എന്ന സിനിമയെ പറ്റിയാണ്. ടൊവിനോ തോമസും ബേസിൽ ജോസഫും ഒന്നിച്ചെത്തിയ സിനിമയാണ് അതിരടി. ഇപ്പോഴിതാ സോണി ലീവാണ് അതിരടിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 14-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. അതുകൊണ്ട് തന്നെ സോണി ലീവിൽ ജൂൺ അവസാന വാരം തന്നെ ഈ ഒരു സിനിമയുടെ OT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന ദിലീപ് നായകനായ സിനിമയെ പറ്റിയാണ്. ഇതൊരു ക്രൈം ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജൂൺ അവസാന വാരം തന്നെ OT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.